8ാമത് രാഷ്ട്രീയ പോഷന്മാരുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് അങ്കണവാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ വർഷത്തെ പോഷന്മായിൽ 6 തീമുകളാണുള്ളത്. ഈ തീമുകളൊക്കെ തന്നെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന ശനിയാഴ്ച, അതായത് 20-ാം തീയതി നമ്മുടെ അങ്കണവാടി തലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൺവർജൻറ്റ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്ന തീമിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അങ്കണവാടിയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഡിജിറ്റലൈസേഷൻ്റെ പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ്റെ വരവോടുകൂടി എല്ലാം ഡിജിറ്റലൈസേഷനായി മാറിയിട്ടുണ്ട്. ഗുണഭോക്താക്കളായിട്ടുള്ള ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും 6 വയസ്സ് വരെയുള്ള കുട്ടികളും മേജി കുട്ടികൾ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഡിജിറ്റലൈസേഷനിലൂടെയാണ് എല്ലാ സേവനങ്ങളും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് THR ആയിക്കോട്ടെ, വളർച്ചാ നിരീക്ഷണങ്ങളായിക്കോട്ടെ, വാക്സിനേഷനുകളായിക്കോട്ടെ, ECC ആയിക്കോട്ടെ, അങ്കണവാടിയിൽ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഇന്ന് പോഷൻ ട്രാക്കർ എന്ന സംവിധാനത്തിലൂടെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു വരുന്നത്. ആയതുകൊണ്ട് തന്നെ ഓരോ ഗുണഭോക്താവിനും കൊടുക്കുന്ന സേവനങ്ങൾ റിയൽ ടൈമായിട്ട് മനസ്സിലാക്കാനും ഓരോ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണവും ഓരോ കുട്ടികളുടെ പോഷകാഹാര നിലയും ഒക്കെ തന്നെ ഒറ്റ ക്ലിക്കിൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഡിജിറ്റലൈസേഷൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നതിനും അപ്പുറം നമ്മളുടെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും അല്ലാത്തവരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അങ്കണവാടിയിൽ ഇന്ന് നടക്കുന്ന ഡിജിറ്റലൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ പോഷന്മാരിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ 20-ാം തീയതി നമ്മൾ നടത്താൻ പോകുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് 2 ഐഡികളുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അബാർ ഐഡിയാണ്. നമുക്കറിയാം നമ്മളെ അങ്കണവാടി തലങ്ങളിൽ ഗുണഭോക്താക്കളായിട്ടുള്ള ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർക്കും അപ്പുറം നമുക്ക് ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് അംഗൻവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികൾക്ക് ECCയിലൂടെ നമ്മൾ ഒരുപാട് പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളവിടെ നടത്തുന്നുണ്ട്. ഇതിനെയാണ് ECC എന്ന് പറയുന്നത്. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ECC ഉൾപ്പെടെയുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികൾക്ക് നമ്മൾക്ക് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പ്രീ സ്കൂൾ കുട്ടികൾക്കും ഒരു അബാർ ID സൃഷ്ടിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതൊക്കെ തുടങ്ങുന്നത് നമ്മുടെ അങ്കണവാടി പോലുള്ള പ്രീ സ്കൂൾ സംവിധാനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ അബാർ ഐഡികളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരേണ്ടത്. ഇത് സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഒരു കുട്ടി അങ്കണവാടിയിലല്ലാതെ വേറെ ഏതെങ്കിലും പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് അബാർ ID സൃഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ അങ്കണവാടിയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോഷൻ ട്രാക്കർ എന്ന നമ്മളെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എടുക്കുന്ന ഓരോ കുട്ടിക്കും അബാർ ID ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾക്ക് തിരിച്ചറിയണം. അതേപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അബാർ ID എന്ന് നിങ്ങൾക്ക് നേരത്തെ നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായി എന്താണ് അബാർ ID, എന്തിനാണ് അബാർ ID എടുക്കുന്നത്, ഇത് ആർക്കൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അബാർ ID നിങ്ങൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുക. നമുക്കറിയാം പ്രീ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾക്കാണ് അബാർ ID സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ പല കുട്ടികളെയും നമ്മൾ ആദ്യം തന്നെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് അബാർ ID സൃഷ്ടിക്കാൻ സാധിക്കില്ല. കുട്ടിയുടെ പേരിൽ തന്നെ ചൈൽഡ് ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത്തരത്തിൽ അബാർ ID സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടെ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക. രണ്ടാമതെന്ന് പറയുന്നത് അബാ ID ആണ്. എന്താണ് അബാ ID എന്നുള്ളത് ടീച്ചർമാർ കൃത്യമായി ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം അബാ ID എന്ന് പറഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ID എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം. ഇതൊരു 14 അക്ക ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. ഇന്ത്യയിലെ തന്നെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ അഥവാ ABDM മുഖേനയാണ് ഇത് ലഭ്യമാക്കുന്നത്. ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാ ആരോഗ്യരേഖകളും അതായത് ഹെൽത്ത് റെക്കോർഡ്സ് ഡിജിറ്റലായി സൂക്ഷിക്കാനും ആശുപത്രി അല്ലെങ്കിൽ ക്ലിനിക് അല്ലെങ്കിൽ ലാബ്, ഇൻഷുറൻസ് മുതലായവയുമായി ബന്ധിപ്പിക്കാനും കഴിയുന്ന ഒരു ഐഡിയാണ് അബാ ID എന്ന് പറയുന്നത്. അത് അബാ IDയുടെ ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരോഗ്യ ചരിത്രം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതായത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്ന സമയം ഈ ID ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി തന്നെ ഒരിടത്ത് നിന്ന് സൂക്ഷിക്കാനും അത് റെഫർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഒപ്പം തന്നെ ഡോക്ടർമാരുമായി സുരക്ഷിതമായി നിങ്ങളുടെ ഈ ഹെൽത്ത് ID ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അത്രയും കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കുന്ന ഒരു അബാ ID ആണ് ഈ 14 അക്ക ഡിജിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആശുപത്രികളും ലാബും ഇൻഷുറൻസ് എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഈ ID ഉപയോഗപ്രദമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അബാ ID എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളത് കൃത്യമായി നമ്മളെ പോഷൻ ട്രാക്കർ
ട്രാക്കറിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഓരോ ഗുണഭോക്താക്കൾക്കും ഗർഭിണിയാണെങ്കിലും മുലയൂട്ടുന്ന അമ്മയാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ABA ID നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് പ്രീ സ്കൂൾ എന്നോ അല്ലെങ്കിൽ ഗർഭിണി എന്നോ വേർതിരിവില്ലാതെ തന്നെ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ABA ID ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വകുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംഗൻവാടി നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഇത്തരം നമ്മളെ ഗുണഭോക്താക്കളായിട്ടുള്ള ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒപ്പം AG കുട്ടികൾക്കൊക്കെയാണ്. ഇവരുടെ പേരൊക്കെ തന്നെയാണ് നമ്മളെ പോഷൻ ട്രാക്കറിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ABA ID കൂടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 20-ാം തീയതി നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ABA ID ഉണ്ടാക്കുക, ഒപ്പം തന്നെ ABAR ID പ്രീ സ്കൂൾ കുട്ടികൾക്കും സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ആധാർ ഉപയോഗപ്പെടുത്തി വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയ പ്രൊഫൈലിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ABAR ID നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ ഈ തീമിനകത്തേക്ക് വരുന്നുണ്ട്. അതെല്ലാം കൃത്യമായി ചെയ്തതിന് ശേഷം ഇതിൻ്റെ ജൻ എൻറോൾമെൻറ്റ് ആക്ടിവിറ്റി കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തണം. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത സെഷനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇരുപതാം തീയതി ശനിയാഴ്ച പോഷന്മാരുടെ ഭാഗമായി കൊണ്ട് നടത്തിയ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലേക്ക് എൻട്രി വരുത്തുന്നതിന് നമ്മൾ അയച്ചു തന്നിട്ടുള്ള poshanabhiyan.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഈ പേജിൽ നിന്ന് നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ നിന്നും അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡ് MOWNCD എന്ന് തുടങ്ങുന്ന യൂസർ നെയിം പാസ്വേഡും കൃത്യമായിട്ട് നിങ്ങളവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലോഗിൻ എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലോട്ടാണ് എത്താൻ കഴിയുക. ഈ ഭാഗത്ത് എല്ലാ ഫീൽഡുകളും നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. ഏതെങ്കിലും ഒരു കോളം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി സേവ് ആവുകയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനം നമുക്കറിയാം. അതായത് 20-ാം തീയതി ശനിയാഴ്ച നമ്മൾ നടത്തിയത് കൺവർജൻറ്റ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്ന തീമിനെ ആസ്പദമാക്കിക്കൊണ്ട് എല്ലാ പ്രീ സ്കൂൾ കുട്ടികൾക്കും ABAR ID ഉണ്ടാക്കിയതും അതേപോലെ തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും ABA ID ക്രിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനമായിരുന്നു നമ്മൾ ചെയ്തത്. അത് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന് കാണുന്നവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. രണ്ടാമത് തീമാണ്, അത് സെലക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ കൺവർജൻറ്റ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്തെടുക്കുക. ഓർഗനൈസർ MOWCD തന്നെയാണ്. ലെവൽ എന്ന് കാണുന്ന ഭാഗം ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് AWC എന്നത് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു കോളം ഓപ്പൺ ആയിട്ട് വരും. അവിടെ AWC എന്ന് കാണും. സെലക്ട് AWC എന്ന് കാണുന്ന ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മുടെ സെൻറ്ററിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ ആക്ടിവിറ്റി സെലക്ട് ആക്ടിവിറ്റി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ലിസ്റ്റുകൾ ഈ തീമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരും. അതിൽ നമ്മൾ ആദ്യം ABAR ID ക്രിയേഷനാണ്, അത് ക്ലിക്ക് ചെയ്യുന്നു. ABAR ID ക്രിയേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈവൻറ്റ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ആ ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ 20-ാം തീയതിയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ആ 20 നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പാർട്ടിസിപ്പൻസ് ആണ്, നമ്മൾ എത്ര പേരുടെയാണ് ABAR ID ഉണ്ടാക്കിയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തണം. അതിൽ അഡൽട്ട് എന്ന് കാണുന്നത് നമുക്ക് ആരും തന്നെ ഇല്ല. അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തവരാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ എണ്ണം നമുക്കിവിടെ കൊടുക്കാം. ABAR ID ക്രിയേറ്റ് ചെയ്ത കുട്ടികളുടെ എണ്ണം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിൽ അംഗൻവാടിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് കുറച്ച് ആളുകളെ കിട്ടുന്നുള്ളൂ. AG കുട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രൂപത്തിൽ കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്ന് കാണുന്ന ഭാഗം വരും. ഇവിടെ 2 MB താഴെയുള്ള ഫോട്ടോ ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് നിങ്ങൾ ഫോട്ടോ നേരത്തെ ടീച്ചർ ക്യാഷ് ഫോൺ നോക്കി പ്രവർത്തിക്കുന്ന ഒരു ഫോട്ടോ ഹെൽപ്പറെ കൊണ്ടൊന്ന് എടുക്കാൻ പറയുക. അത് അത്തരത്തിലെടുത്ത ഫോട്ടോ ഈ ഭാഗത്ത് ബ്രൗസ് ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് അതൊന്ന് അപ്ലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്കിത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആക്ടിവിറ്റികൾ സബ്മിറ്റ് ആവും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇവിടെ ABAR ID ക്രിയേഷൻ @AWC ലെവൽ ഇത്തരത്തിൽ കൊടുത്തതിന് ശേഷം താഴെ സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ഉണ്ട്. അതിന് മുന്നേ നിങ്ങൾ മുകളിലേക്കൊന്ന് പോയി നോക്കുക, എല്ലാം കറക്റ്റാണോ, എല്ലാ ഫീൽഡും ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. തീം കൺവർജൻറ്റ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷനാണ്. ലെവൽ AWC സെലക്ട് ചെയ്തു.
നമ്മൾ അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആധാർ ID ക്രിയേഷനാണ് നമ്മൾ ആദ്യത്തെ പ്രവർത്തനമായിട്ട് നമ്മൾ കാണിക്കുന്നത്. അതിനുശേഷം ഇവൻ്റ് ഡേറ്റ് നമ്മളിവിടെ വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. 20-ാം തീയതിയാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ 20 എന്ന് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം. അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ പങ്കെടുത്ത ആളുകളുടെ എണ്ണമൊക്കെ. അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ആണ്. ഇവിടെ ഫോട്ടോൻ്റെ പേര് ഇവിടെ കാണും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോയ്ക്ക് റീനെയിം ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, 20 സെപ്റ്റംബർ എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ആ ഫോട്ടോയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പേര് കൊടുക്കേണ്ടതൊന്നുമില്ല, ഇവിടെ JPG എന്ന് താഴെ കൂടെ കാണും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലാണ് ഫോട്ടോ അപ്ലോഡായി എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടത്. അതേസമയം പല ടീച്ചേഴ്സും 2 MB കൂടുതലാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു റെഡ് മാർക്ക് കാണിക്കും, 2 MB കൂടുതലായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടീച്ചർ ചെയ്യേണ്ടത്, ടീച്ചർ ഗാലറിയിൽ എടുത്തു വെച്ച ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർക്ക് ഇങ്ങനെ, നമ്മളിപ്പോൾ ഗാലറിയിൽ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ ടീച്ചർ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ മൂന്ന് ഡോട്ട് ഉണ്ടാവും, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ ഒന്നും നിങ്ങളുടെ ഫോണിനകത്ത് കാണും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഭാഗത്ത് ടീച്ചർക്ക് ഇതിൻ്റെ സൈസ് അറിയാൻ സാധിക്കും. ഇവിടെ 158 KB ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അത് 2 MB എത്രയോ താഴെയാണ്. അഥവാ 2 MB കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ ടീച്ചർ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ സ്ക്രീൻഷോട്ട് അതിനനുസരിച്ച് എടുത്തതിന് ശേഷം ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇത്തരത്തിൽ ക്രോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സേവ് കൊടുത്തു. ഇനി നമ്മൾ ഗാലറിയിൽ പോയി നോക്കുക, നമ്മുടെ ഫോട്ടോ ഒന്നുകൂടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു. ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് 4 KB ആയിട്ടുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്യുക. ഇനി നമ്മൾ രണ്ടാമത് പ്രവർത്തനം ചെയ്യാനുണ്ട്. ഈ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി റീസെറ്റ് എന്ന് വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ബ്ലാങ്ക് ആയിട്ട് വരും. ഈ ഭാഗത്ത് നിന്ന് വീണ്ടും നമ്മൾ സെലക്ട് ഗ്രൂപ്പ്, അങ്ങനെ തന്നെയാണ് സെലക്ട് തീം എന്നുള്ളത് കൺവർജൻ ആക്ഷൻ ഡിജിറ്റലൈസേഷൻ കൊടുക്കുന്നു. അവസാനം ബ്ലോക്ക് എന്നുള്ളത് മാറ്റിയിട്ട് AWC എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അംഗൻവാടി സെൻറ്റർ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു. ആക്ടിവിറ്റി എന്താണെന്നുള്ളത് വീണ്ടും നമ്മൾ ആദ്യം അബാർ ID ആണ് എടുത്തത്, രണ്ടാമത് അബാ ID. ഈ അബാർ IDയും അബാ IDയുമാണ് ഇന്ന് 20-ാം തീയതി നടത്തേണ്ട പ്രവർത്തനം. അത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. തീം അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ 20-ാം തീയതിയാണ്. ആ 20-ാം തീയതി നമ്മൾ ഇവിടെ കൊടുക്കുക. ഇന്ന് 19-ാം തീയതി ആയതുകൊണ്ട് നമുക്ക് അതേ മാർക്ക് ചെയ്യാനുള്ള അവസരമുള്ളൂ. അപ്പോൾ 20-ാം തീയതി ആണെങ്കിൽ അന്ന് 20 എന്ന് ഇവിടെ തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഇവിടെ 20 എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാർട്ടിസിപ്പേഷൻ്റെ എണ്ണം ചോദിക്കുന്നുണ്ട്. അതും കൃത്യമായിട്ട് എത്ര പാർട്ടിസിപ്പൻസ് ആണ് ഇതിൽ പങ്കെടുത്തത് അതിനനുസരിച്ചിട്ട് ടീച്ചേഴ്സിന് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ചിൽഡ്രൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. ചിൽഡ്രൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം AG കുട്ടികളാണ്, എത്ര പേര് പങ്കെടുത്തു അത് ക്ലിയറായി കൊടുത്തതിന് ശേഷം അപ്ലോഡ് ഫോട്ടോ അത് വീണ്ടും അപ്ലോഡ് ചെയ്തെടുക്കുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം കൊടുത്ത് ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഇവിടെ ABA ക്രിയേഷൻ അറ്റ് AWC ലെവൽ അത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മുകളിലേക്ക് പോയിട്ട് എല്ലാ ഫീൽഡും ടീച്ചറെ സെലക്ട് ചെയ്തു എന്നുള്ളത് കൂടെ ഒന്നുകൂടി ഉറപ്പാക്കുക. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ 2 പ്രവർത്തനങ്ങൾ ഇന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 20-ാം തീയതി നടത്തിയ ജനാന്തോളൻ ആക്ടിവിറ്റിയിലേക്ക് രേഖപ്പെടുത്തേണ്ടത്.